ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു പപ്പായ ജ്യൂസ് തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പപ്പായ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ മധുരമുള്ള പപ്പായയാണ്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതൊന്നും കുറച്ചുകൂടി പഴുക്കുന്നതിന് മുമ്പ് എടുക്കാം. പക്ഷേ അതിന് തീരെ പഴുക്കാത്ത പപ്പായ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ പേരിലാണ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് പപ്പായ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പപ്പായ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ പാൽപ്പൊടിക്ക് പകരം നമുക്കിതിലേക്ക് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായയാണ്. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് മധുരം കുറവുള്ള പപ്പായ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്രയും പപ്പായ വെച്ചിട്ട് ഈ ഒരളവിലാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് നട്ട്സും കൂടി. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് അടിഞ്ഞിട്ട് എല്ലാം കൂടി ജ്യൂസും അതൊക്കെ ഒന്ന് അടിഞ്ഞു പോകും. അപ്പോൾ ഈ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പപ്പായ ജ്യൂസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.